അപ്പൊ നമ്മൾ കൊല്ലം എക്സ്പോ കാണാൻ പോവാണ്. അപ്പൊ നമുക്ക് ഇന്ന് വിശേഷം കാണാം. കൂടുതൽ ഇൻട്രൊഡക്ഷൻ പറഞ്ഞ ഇവരെന്നെ ഇപ്പൊ തന്നെ ഒരു കാത്തേന് വഴക്ക് പറഞ്ഞോണ്ടിരിക്കുകയാണ്. രേവതി കൺസീലർ വായിത്തില്ല. സത്യം പറഞ്ഞാൽ ചുമ്മാ അറിഞ്ഞേട്ടോ, കാരണം എന്താണെന്ന് നോക്കിക്കൊണ്ടിരിക്കുക. ഞങ്ങളൊന്നും യൂസ് ചെയ്യല്ല. കാര്യം എന്ന് വെച്ചാൽ എനിക്കത് യൂസ് ചെയ്യാൻ അറിഞ്ഞൂടാ. അങ്ങനെ നമ്മ ഫുഡൊക്കെ തന്നു, ബിന്ദുവിന്റെ ടാറ്റയൊക്കെ തന്നു, ടവലൊക്കെ ആയിട്ട് എന്താ. ഓ അത് കഴിഞ്ഞ് നമ്മൾ ചിരിച്ചും കളിച്ചൊക്കെ ബസ് സ്റ്റാൻഡ് വരെ നടന്നു. എവിടെ പോന്നു എന്നാ ഒന്ന് കറയിക്ക. നമ്മളെ തന്നെ തിരിച്ചാണ് എന്ത് സാധനം കണ്ടാലും ഞങ്ങളിങ്ങനെ കോപ്രായം കാണിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ പൊടി കാരണമാണ് അവളെ ടവലൊക്കെ ഇങ്ങനെ വെച്ചിരുന്നത്. പിന്നെ നമ്മൾ കഴിക്കാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ബസ്സിൽ കയറി. പക്ഷെ അവൾക്ക് നമ്മുടെ അടുത്ത് സീറ്റ് കിട്ടിയില്ല. പിന്നെ നമ്മൾ എന്നെ അവിടെ ഇരുന്ന് നമ്മൾ ആർപ്പിയിൽ വന്നു. ദേ അവിടെയും ഞങ്ങൾ ആ കോപ്രായം കാണിച്ചു. അതേ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കഴിച്ചതിൻ്റെ ഒന്നും വീഡിയോ ഞാൻ എടുത്തില്ല കേട്ടോ. ഇതിനകത്ത് നമ്മൾ ഒത്തിരി ഫുഡ് കഴിക്കുന്നുണ്ട്, പക്ഷെ അതിൻ്റെ ഒന്നും വീഡിയോ ഞാൻ എടുത്തില്ല. പിന്നെ അവിടെ നിന്നൊക്കെ ഇറങ്ങി നമ്മൾ നേരെ ടിക്കറ്റ് എടുത്തു. നമ്മളിത് കാണാനാണല്ലോ വന്നത്. അങ്ങനെ ടിക്കറ്റ് എടുത്തു. പിന്നെ നമ്മളിവിടെയൊക്കെ കയറി കറങ്ങി. ഈ സാധനത്തെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ നേരെ ചാടിയത് ഞാൻ ശരിക്കും പേടിച്ച്. അതായിരുന്നു ഇതെല്ലാം കണ്ട്. പിന്നെ ഇതാണ് എനിക്ക് കുറച്ച് നല്ല എനിക്ക് ഒരു പ്രത്യേകത തോന്നി കേട്ടോ. അതിങ്ങനെ മരം വരയ്ക്കുന്നത് അതെനിക്ക് മനസ്സിലായി. പിന്നെ കുറച്ച് നേരം നോക്കിയിരുന്നപ്പോഴേ മനസ്സിലായി. പിന്നെ ഈ പുള്ളിക്കാരൻ നമുക്കൊരു മൈൻഡ് തന്നില്ല. ബാക്കി എല്ലാവർക്കും പോസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മത്സ്യനെയൊക്കെ കണ്ട് പിന്നെ എന്നെ എവിടെയും കാണത്തില്ലല്ലോ എന്ന് ഞാൻ ക്യാമറയുടെ ഫ്രണ്ടിൽ കയറി നിന്ന്. അതിന് പിന്നെ ഈ മീനെ കണ്ടില്ലേ, ഈ മീൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പോകുന്ന പോലെ എനിക്ക് തോന്നി. അപ്പോൾ അത് കട്ട് ചെയ്യാൻ എനിക്ക് തോന്നിയില്ല. അത് കഴിഞ്ഞ് പിന്നെ ഓരോ തരം മീനുകളെ കണ്ട് പിന്നെ ഈ 2 പൂച്ചകളെ കണ്ട്. എന്ത് പാവം അല്ലേ, അതുങ്ങളെ ഇപ്പം മീൻ കിട്ടുമെന്നും പറഞ്ഞങ്ങാണ്ട് നോക്കിയിരിക്കുന്നു. കഷ്ടമായിപ്പോയി. അത് കഴിഞ്ഞ് പിന്നെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറേ സാധനങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ മാറി മാറി കണ്ട്. അതിൽ 2 പേന മാത്രം ഞാൻ വാങ്ങിച്ചു. എനിക്ക് പേന പെൻസിൽ എന്നുള്ള സാധനങ്ങൾ ഭയങ്കര ഇഷ്ടം കേട്ടോ. അത് ഇനി കമ്മൽ കണ്ടില്ലേ, കമ്മൽ എവിടെയുണ്ടോ അവിടെയുണ്ട്. എനിക്ക് അവിടെ നിന്ന് വരാനേ തോന്നിയില്ല. തിരിച്ചു പോന്നു. അങ്ങനെ പിന്നെ നമ്മൾ തിരിച്ച് ബസ്സിൽ കയറി വന്നു. ദാണ്ടേ രേവതി അവളുടെ സ്റ്റോപ്പിൽ ഇറങ്ങി. രേവതിയും പോയി, ഞങ്ങളും ഇറങ്ങി. അപ്പം പിന്നെ നമ്മൾ വീട്ടിൽ പോന്നു. അങ്ങനെ നമ്മൾ തിരിച്ചു വന്നുകൊണ്ടിരുന്നപ്പോൾ നന്ദാവിടെ ബസ് വരുന്നുണ്ട്. പിന്നെ നന്ദാവെ കൂടെ വിളിച്ചുകൊണ്ട് വരാമെന്ന് നമ്മളെ കണ്ടേണ്ട സന്തോഷമാക്കാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ.